പാട്ട് കേൾക്കുക അധികം ആൾക്കാർ യൂട്യൂബ് എന്നല്ലേ. യൂട്യൂബ് എന്നാ ഞാനും പാട്ട് കേൾക്കൽ യൂട്യൂബിൽ നിന്ന്. അധികം ആൾക്കാരും പാട്ട് കേൾക്കുക, നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് കേൾക്കാന് പ്ലേ ലിസ്റ്റൊക്കെ പ്ലേ ചെയ്യിക്കാനൊക്കെ നല്ലത് യൂട്യൂബ് തന്നെയാണ്. എന്നാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ യൂട്യൂബിൽ നിന്ന് പാട്ട് കേൾക്കാണ്ട് യൂട്യൂബ് തുറന്നവിടെ വെക്കണം. അത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് പ്ലേ ചെയ്യിക്കാനാകില്ല. അങ്ങനെ പ്ലേ ചെയ്യിക്കണമെങ്കിൽ യൂട്യൂബിന് പൈസ കൊടുത്ത് പ്രീമിയം എടുക്കണം. ഇതിപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് പൈസയും കൊടുത്ത് പ്രീമിയം എടുക്കുക ആരെയും മെനക്കേടുവോ? അതിനൊന്നും നേരം മെനക്കേടുകയല്ല. ഞാനേതായാലും മെനക്കേടില്ല. നിങ്ങൾ ആരെയും അങ്ങനെ എടുത്തിട്ടുണ്ടോ? പിന്നെയുള്ള വേറെ ഏതൊരു വഴി എന്താ? അതിനൊരു വഴിയുണ്ട്. യൂട്യൂബ് നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കണ്ട, പ്രീമിയം ഒന്നും എടുക്കണ്ട, ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീൻ ഓഫ് ആക്കിയിട്ട് പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്ലേ പോസൊക്കെ ചെയ്യണമെങ്കിൽ യൂട്യൂബ് തുറക്കാണ്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നോക്കണേ അത് നോക്കാം. വാട്സപ്പ് മെസ്സേജ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. എന്തും ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി വളവളാന്ന് പറയാണ്ട് നീട്ടിക്കൊണ്ടുപോകാണ്ട് കാര്യം പറടാന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ആണേ, ഗൂഗിൾ അല്ല. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് youtube.com എന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ഓപ്പൺ ആവും. യൂട്യൂബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മേലെ വലത് ഭാഗത്ത് 3 കുത്തുണ്ട്. അതിൽ ചെറുങ്ങനെ ഒരു കുത്ത് കൊടുക്കുക. ഉറക്ക കുത്തിയിട്ട് സ്ക്രീന് പൊട്ടിപ്പോണ്ട. എന്നിട്ട് താഴോട്ട് പോയാൽ ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുണ്ട്. അതൊന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കിക്കൊടുത്താൽ യൂട്യൂബ് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ വന്ന്, ഇതിപ്പോൾ ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്താൽ എനിക്ക് കോപ്പി റൈറ്റ് വരും. എന്നാലും സാരമില്ല, കാണിച്ചു തരാനല്ലേ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുക. ഞാനൊരു വീഡിയോ ഇവിടുന്ന് പ്ലേ ചെയ്ത് ഇത് ജസ്റ്റ് കാണിച്ചു തരാമേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേലിസ്റ്റ് പാട്ട് ഏതാണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ബാക്ക് ബട്ടൺ അല്ല, ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതങ്ങ് ക്ലോസ് ആയി കളയുക. ക്ലോസ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ വന്നില്ലേ, ഇതിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാമല്ലോ. ഇനിയിപ്പോൾ പാട്ട് കേൾക്കണ്ടേ? ഇവിടെ എൻ്റെ നൊച്ചുമിൽ വന്ന് കണ്ട അതടക്കട്ടെ. നൊച്ച് വേണ്ട, നിങ്ങൾക്ക് നൊച്ചില്ലെങ്കിലോ ഇവിടെ കണ്ട മേലെ തന്നെ ആ പാട്ട്, നമ്മളെടുത്ത ആ പാട്ട് ഇത് ഇവിടുന്ന് പ്ലേ ചെയ്താൽ മതി. യൂട്യൂബ് തുറക്കാണ്ട് പാട്ട് വരുന്നതാണ്ട അവിടെ നിന്ന് തന്നെ പോസും ചെയ്യുക. വേറൊരു കാര്യമുണ്ടേ, ഇത് നമ്മൾ ക്ലോസ് ആക്കിയാൽ ഇതിങ്ങനെ ഇവിടെ തന്നെ നിൽക്കൂ. ഇത് അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒന്നും നമുക്ക് ക്ലോസ് ആക്കാനൊന്നും ആകില്ല. അപ്പോൾ എന്ത് ചെയ്ത് ക്ലോസ് ആക്കണം? ഇതുകൂടെ നമുക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ആ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ബാക്ക് ബട്ടൺ അടിച്ചിട്ട് അതങ്ങ് ക്യാൻസലാക്കുക. ബാക്ക് ബട്ടൺ അടിച്ച് പോന്നാൽ ഇവിടുന്ന് അങ്ങ് പോവും. കണ്ട അടിപൊളിയല്ലേ? എന്നാൽ പിന്നെ ഇനിയിപ്പം യൂട്യൂബിൽ നിന്ന് പാട്ട് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ എന്ത് വഴിയുണ്ട് ഇങ്ങനെ ചോദിക്കേണ്ട. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാട്ടോ. എന്നാലും അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാർക്ക്, അറിഞ്ഞൂടാത്ത കുറേ എന്നല്ല 90% ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഫെസിലിറ്റികൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞിരുന്നത്. സംഭവം നിങ്ങൾ യൂട്യൂബ് പാട്ട് കേൾക്കുന്ന ആൾക്കാരാവണ്ടേ, പാട്ട് കേൾക്കുന്ന നിങ്ങളെ ചങ്ങായിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഓലും കേട്ടോട്ട് ഇതുപോലെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് അങ്ങ് കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.